ഹലോ ഗൈസ്, എന്തായാലും വിശേഷമൊക്കെ നമ്മുടെ യാത്ര ബർക്ക് സൂക്കിൽ കാണും. സൂക്കിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ചായക്കടി പോലെ വല്ലാലിന്റെ മുസീബത്ത് കോലെ ഇജ്ജിജ്ജന്നെ ഹുസ്നുൽ ദപ്പാരെ ഉമ്പന്ന ശുണ്ട മുണ്ട കൽബിൻഡോളെ ജന്നാത്തിൽ ചവിട്ടിക്കൂട്ടാൻ തോനെ തിരാന്തിനെ തൊട്ട മക്കാൻ പോരെ. ഹലോ ഗൈസ്, വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ തന്നെ പെട്രോൾ അടിക്കുകയാണ്. അത് പെട്രോൾ പമ്പിൽ അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു ബീച്ചിലുള്ള ഒരു പെട്രോൾ പമ്പാണ്. നാടിനെ അപേക്ഷിച്ച് ഇവിടെ പെട്രോൾ വളരെ റേറ്റ് കുറവാണ്. ഇവിടെ ഏകദേശം ഇന്ത്യൻ്റെ ഒരു 60 റുപ്യ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് വണ്ടിയിൽ എയറൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്, ട്ടിക്കല്ല നമ്മുടെ കൽബിന്റെ ഒത്തുക്കാണ് പൂതിയുടെ അറയിന്റെ അടുത്തേക്കാണ് നമ്മള് കൂട്ടിക്കൊണ്ടുപോവും. മഹറ തന്നൊരു കെട്ടാ കെട്ടി കെട്ടിക്കൂട്ടി തോളി കയറ്റി ആലങ്കേറി നിറങ്ങാൻ നമ്മള് പോയോക്കും. ട്ടിക്കല്ല നമ്മുടെ കൽബിന്റെ ഒത്തുക്കാണ് പൂതിയുടെ അറയിന്റെ അടുത്തേക്കാണ് നമ്മള് കൂട്ടിക്കൊണ്ടുപോവും. മഹറ തന്നൊരു കെട്ടാ കെട്ടി കെട്ടിക്കൂട്ടി തോളി കയറ്റി ആലങ്കേറി നിറങ്ങാൻ ബർക്കയില് ഫിഷ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ബർക്ക മറീന എന്നറിയപ്പെടുന്നു. ഓക്കെ, सांस ले देख ले जो रूह से तू मिट गए हैं फासले കരാബിന് പോലെ കൊടി തോളെ ദസ്വ്യാക്കാന്റെ കത്തിക്കുള്ളൊരു മാലെ പഠിച്ചോനിട്ടൊരു വാരിയെല്ലും മോൾ. ഇതാണ് ബർക്കൽ ഫിഷ് മാർക്കറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ നല്ല ഫ്രഷ് മീനുകളും ബർക്കന് കിട്ടും. അടിപൊളിയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ മീനുകളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. ഇതാ ഒരു കവറിൽ ഇഷ്ടം പോലെ രാജ്യക്കുള്ള മീനുണ്ടെങ്കിൽ ആണ് ഫിഷ് മാർക്കറ്റും ഒക്കെ. നമുക്ക് അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. ഗൈസ്, കിട്ടാലോ. كم حبيبي هذا؟ 7 ريال؟ ഇങ്ങനെയൊക്കെ എന്താ പറയുക, അവർക്ക് വീഡിയോ എടുക്കുന്നത് മനസ്സിലാവും. നമ്മൾ دوريال ريدا دوريال انت حبس يا اخي. 2 كيلو. اما 4 كيلو عشان نوصل 10. ايوه പൈപ്പ്
ഒരു ബംഗാളി അവിടെ കയറുന്നു വർത്തമാനം അവർക്ക്. ആ അവന്മാരായിട്ട് കൂടാണ്. അങ്ങനെ കയറിയിരിക്കണം. ഇയാളെ അവരൊക്കെ കൊണ്ടുപോകണം. കയ്യിൽ മീനായിപ്പോ, അല്ലെങ്കിൽ എന്തിനാ ഡയലോഗ് അടിക്കാന്ന്. ആ ഗസ് നിങ്ങൾ കടലാമനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഫ്രഷ് കടലാമനെ, നല്ല ജീവനുള്ള കടലാമ കേട്ടോ, കണ്ടോളൂ. പിന്നെ ഈ ഭാഗത്തേക്ക് അങ്ങനെ പുറത്തുള്ളവരൊന്നും അലൗഡ് അല്ല. ഇവരെ കൂടെ വല്ല ട്രിപ്പ് വരുന്ന മാത്രമേ, വിസിറ്റേഴ്സ് മാത്രമേ ഒരുക്കുള്ളൂ. എന്തായാലും നമുക്ക് ഇവരെ കൂടെ കുറച്ച് ബാക്കിൽ ആൾ വരുന്നുണ്ട്. നാട്ടിൽ 500 രൂപ ഉണ്ടാവും. ഫ്രഷ് മീൻ 2-3 കിലോ ഉണ്ടാവും. പൂച്ചക്കുട്ടി സാധനം, പൂച്ചക്കുട്ടി 2 വാങ്ങിയാൽ 2 കാർ കൂടി. അവിടെ വിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് വന്നാലേ നമുക്ക് ഒരുപാട് സാധനം മിസ് ചെയ്യും. പക്ഷെ അങ്ങനെ മിസ്സായ സാധനമാണ് ഈ കരിമ്പ് ജ്യൂസ്. ഓക്കെ, ഇതിപ്പോൾ ഉള്ളത് ബാർക്ക സൂക്കിലുള്ളത്.